ഉമറിന്റെ കഴുതയെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ പോലും ഉമർ ഇസ്ലാം സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ അത്രമാത്രക്ക് ബദ്ധവൈരിയായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ അങ്ങ് കടന്നു വന്നു. തഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഈ ആയത്തുകളങ്ങ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ കോളിളക്കമാണ് ഉണ്ടായത്. അത്ഭുതകരമായ മാറ്റമാണ് സംഭവിച്ചത്. സുഹൃത്തുക്കളെ, മാറുമെന്നതിന്റെ അടയാളമാണത്. എത്ര വലിയ ഗജപോക്കിരിയായിരുന്ന മനുഷ്യൻ പോലും പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ തീരത്തേക്ക് വരുന്നു. ഇത് ഖുർആൻ വരുത്തുന്ന മാറ്റമാണ്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ എന്ന താബിഈ പണ്ഡിതൻ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ശല്യമായിരുന്ന ഷാത്തിറൻ യഖതഉ ത്വരീഖ്, വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകളെ ശല്യം ചെയ്യും, അവരുടെ സ്വത്തുക്കൾ കവർന്നെടുക്കും, അവിടെയുള്ള വഴിയിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ വരെ നിരന്തരമായി ശല്യം ചെയ്യുമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് ആ പെണ്ണുമായി ഒന്ന് രതിസുഖം അനുഭവിക്കാൻ കടന്നു ചെല്ലുന്ന സമയത്ത് മതിലിന്റെ മേലെ ഇരുന്ന് ചാടാനിരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ആ വീട്ടിൽ നിന്ന് കേൾക്കുകയാണ്. അലം